അതിനിടയിൽ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരത്തിലാണ്. ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് രാഹുലിന്റെ ഭാര്യ ദീപയുടെ പ്രതികരണം. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ രാഹുൽ ഈശ്വറിന് നോട്ടീസ് നൽകിയിരുന്നില്ല എന്നും ഇത് കള്ളക്കേസാണെന്നും ദീപ പറഞ്ഞു. 100%. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത്. നമുക്കൊരു പ്രതീക്ഷയുമില്ല ഇതൊരു നോട്ടീസാണോ, ഹാജരാകണം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത്. നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായിട്ടില്ല. സലിം മാലിക് വാർത്തകൾ ചേർന്നു. സലിം, ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സൂചകമായ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരം പോലും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. കൂടുതൽ പ്രശ്നങ്ങളിലേക്കും കുഴികളിലേക്കും പോവാണോ രാഹുൽ ഈശ്വർ? സലിം, കാശ്മീർ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വറിന്റെ എല്ലാ പ്രവർത്തികളിലും ആ നിലയിൽ ഒരു എടുത്തുചാട്ടമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരാഹാര സമരത്തിലാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വർ ജയിലിലെത്തിയത്. അപ്പോൾ തന്നെ ഈ ജയിലധികൃതരോട് താൻ നിരാഹാരത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു. അവിടേക്ക് ജയിലിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലായിരിക്കും തന്റെ നിലപാട് എന്ന് സ്വീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ കുടിക്കാൻ വെള്ളം മാത്രമാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഭക്ഷണം ഉൾപ്പെടെ എത്തിച്ചു നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ കൂട്ടാക്കി. അതിന് പിന്നാലെയാണ് ഈ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ ഇപ്പോൾ രാഹുൽ ഈശ്വർ നിലവിൽ നിരാഹാര സമരം തുടരുകയാണ് എന്ന് അറിയിച്ചത്. അതിന്റെ കള്ളക്കേസാണെന്നും അതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാരം എന്നുമാണ് നിലപാട്. ഒരു നോട്ടീസ് പോലും തരാതെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഈ നീതിയുക്തമായ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. പോലീസ് നീതിയുക്തമായിട്ടല്ല തീരുമാനമെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ അതിജീവിതയെ അപമാനിച്ച കേസിൽ സന്ദീപ് വാര്യരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അത് തിടുക്കപ്പെട്ട് വേണ്ട എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹാഷ്മി, ജയിലിൽ നിരാഹാര സമരം കിടക്കുകയാണ് രാഹുൽ ഈശ്വർ. ജാമ്യം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ എന്ന് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കള്ളക്കേസാണെന്നും ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല എന്നൊക്കെ ദീപ രാഹുൽ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.